ഇരുന്നോളെ. അന്നക്കുട്ടിക്ക് പ്ലേറ്റാ. അന്നക്കുട്ടിക്ക് വലിയ പ്ലേറ്റാ. അന്നക്കുട്ടിക്ക് വലിയ പ്ലേറ്റ്. ആദ്യം പപ്പായ്ക്ക് മോന് അന്നക്കുട്ടിക്ക് ഉടനെ ഞാൻ അടുത്തത് കറിയാ. അന്നക്കുട്ടിക്ക് അടുത്ത അടുത്തോട്ട് സോറി അച്ചാറ്. ജോറിന് റോസിന് എല്ലാം നൽകാൻ മോന്. അന്നക്കുട്ടിക്ക് അന്നക്കുട്ടിക്ക് പപ്പടം. അന്നക്കുട്ടിക്ക് ദുഃഖോല്ലാഴ്ചത്തെ നമ്മുടെ കഞ്ഞികുടി ഉപവാസം എല്ലാം കഴിഞ്ഞു. അങ്ങനെ ഭക്ഷണം ആരംഭിച്ചു. ഒന്ന് കുടിച്ചു നോക്കട്ടെ. സൂപ്പർ അല്ലേ? നമ്മുടെ കണ്ണ് പിടിച്ചു പോയി അല്ലേ? എങ്ങനെയുണ്ട്? ഉപവാസം എല്ലാം കഴിഞ്ഞു. നമ്മള് ഭക്ഷണം കഴിച്ചു തുടങ്ങി അല്ലേ? എങ്ങനെയുണ്ട് റോസ്? അല്ല സൂപ്പർ. നല്ല കഞ്ഞിയും അല്ലേ? മറ്റേ രാവിലെ നമ്മൾ ഇന്നലെ പെസവാപ്പം കഴിച്ചിട്ടേ ചൊറക്കം പറ. പെസവാപ്പോ കഴിച്ചിട്ട് ഇന്നലെ വൈകിട്ട് പെസവാപ്പോ കഴിച്ചിട്ട് ഇതുവരെ കഴിക്കാതിരിക്കുമല്ലോ നമ്മള്. എന്നിട്ട് കഴിക്കുന്ന ഈ ഫുഡ് ഉണ്ടല്ലോ. എന്തായാലും നമ്മുടെ ഈ വർഷത്തെ നോയമ്പൊക്കെ അടിപൊളിയാണ്. അടിപൊളി സംഭവം അല്ലേ? നല്ല അടിപൊളി സംഭവം അല്ലേ? നമുക്ക് ഇത് നമുക്ക് ഇനി 3:30 ഇനി പള്ളിയില് പരിപാടി അല്ലേ? അതിന് നമ്മൾ പള്ളിലോട്ട് പോകണം. പള്ളി പപ്പ 3 മണി. 3 മണിക്ക് കഞ്ഞിയല്ല. പപ്പയ്ക്ക് എപ്പോ നോക്കിയാലും കഞ്ഞിയുടെ വിചാരം മാത്രമേ ഉള്ളല്ലോ. പപ്പയുടെ കഞ്ഞി ഇപ്പൊ എല്ലാം കഴിയുമ്പോ രാത്രി 10 മണിക്ക്. അല്ല ജോറ്റ് അതിനും ഒപ്പിട്ട് വരാൻ നോക്കണ്ട. ഇവിടുത്തെ കഞ്ഞിയൊക്കെ കാര്യമായിട്ടുണ്ട്. ഇവിടെ കാര്യമായിട്ടുണ്ട് അല്ലേ? അന്നക്കുട്ടിയുടെ മാമൻ തിന്നോ? തീരാറായോ? യഥാർത്ഥ അംഗം വെട്ട് തുടങ്ങാൻ പോവാ. ആ പ്ലേറ്റ് കാണിച്ചേ മാഷെ. കൈ മാറ്റി ആൾക്കാർക്ക് കാണട്ടെ. ഒച്ച മകളില്ല, ഒച്ച മകളില്ല, സൗണ്ട് മകളില്ല. വിശന്നിട്ട് കണ്ടാൻ വയ്യ. വീഡിയോ എടുത്തോണ്ടിരിക്കാം. ഒരാളെ വീട്ടിൽ മുളക്കി തരാം. അല്ല ഇതിനകത്തല്ല ഇതിനാ അങ്ങനെ എല്ലാവർക്കും വിളമ്പി കഴിഞ്ഞപ്പോ അല്ലേ അച്ചാത്തിയും അവസാനം ഒരു പിടുത്തം പിടിക്കുക അല്ലേ? അവസാനം പിടിക്കുമ്പോ ആരും കണ്ടുവെക്കില്ലല്ലോ. ധാരാളം കഴിക്കാം. അടിപൊളി അല്ലേ? ഞാൻ മാങ്ങാച്ചാർ നമുക്ക് വേളടിക്കാൻ മാങ്ങാച്ചാറുണ്ടേ. വേളാങ്കണിക്ക് കൂടി ചേർത്താ മാങ്ങാച്ചാർ ഇട്ടത്. ഇവിടെ മാങ്ങാച്ചാർ കൊതിയമ്പഴത്ത് കൂടുതലാണ്. മാങ്ങാച്ചാർ തീർന്നു.